ഫോറും വൈലും ലൂപ്പുകൾ തന്നിട്ട് നമ്മൾ ലൂപ്പിൻ്റെ ഭാഗങ്ങൾ എടുത്താലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡു വൈൽ ലൂപ്പും. ഫോറും വൈലും എൻട്രി കൺട്രോൾഡ് ലൂപ്പുകളാണെങ്കിൽ ഡു വൈൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഡു വൈലിന് സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനിഷ്യലൈസേഷൻ, ഡു, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ വൈൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ. അവിടെ ചെക്കിങ് ഏറ്റവും അവസാനം, ലൂപ്പിൻ്റെ അവസാനമാണ് നടക്കുന്നത്. അപ്പം ആ ഭാഗങ്ങൾ നോക്കി വെച്ചിട്ട് ലൂപ്പ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തെഴുതാം. ഫസ്റ്റ് വരുന്നതാണ് i=0 ഇനിഷ്യലൈസേഷൻ. ദെൻ അകത്ത് ഫസ്റ്റ് വരുന്നത് ബോഡിയാണ്. ബോഡി സി ഔട്ട് ലെസ് ആയി വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അപ്ഡേറ്റ് i++ ആയിരിക്കും. വൈലിനകത്ത് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നതായിരിക്കും ടെക്സ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എസ്എ ക്വസ്റ്റ്യൻസിൽ വരുന്നത് ലൂപ്പിൻ്റെ ഭാഗങ്ങൾ എടുത്തെഴുതാൻ പറയും. 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. 4 കമ്പോണൻസ് ഇനിഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. അത് ഫോറോ വൈലോ ഡു വൈലോ തന്നിട്ട് ഭാഗങ്ങൾ എടുത്തെഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. ലൂപ്പിനകത്തേക്ക് കയറുന്നത് തടയുന്നത് എൻട്രി കൺട്രോൾഡ്, എക്സാമ്പിൾ ഫോറും വൈലും. ലൂപ്പിന് പുറത്തേക്ക് പോകുന്നത് തടയുന്നത് ഡു വൈൽ, അതായത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്.